ചിലപ്പോൾ ചിലർ വിശ്വസിക്കുന്നില്ല, ഞാൻ അത് വിശ്വസിക്കുന്നു. ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ന്യായാധിപനാവും. അപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ഡിഗ്രിക്ക് BSc മറൈൻസിന്ന് BSc കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഗവൺമെൻറ് ലോ കോളേജിൽ എനിക്ക് മെറിറ്റിൽ 16ാമതായിട്ട് LLBക്ക് കിട്ടിയത്. പക്ഷെ എൻ്റെ അമ്മ ഈ കറുത്ത കോട്ടിടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ ഒറ്റ കട്ടയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് നഷ്ടപ്പെട്ടു. തേപ്പ് കിട്ടുന്നുണ്ട്, പറ്റിപ്പ് കിട്ടുന്നുണ്ട്, ചതി കിട്ടുന്നുണ്ട്, വാങ്ങിച്ചിട്ട് തരാതെ എന്നെ പറ്റിച്ച് കിടക്കുന്നവരുണ്ട്. എനിക്ക് തിരിച്ചു കിട്ടാൻ തന്നെ 5 ലക്ഷത്തിലധികം രൂപ എനിക്ക് തിരിച്ചു കിട്ടാനുണ്ട് കുറഞ്ഞത്. സിനിമയിൽ ശത്രുക്കളുണ്ടോ? സിനിമയിൽ എനിക്ക് ശത്രുക്കളില്ല. പിന്നെ സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ ബിഗ് ബോസ് ആണെങ്കിലും ഞാൻ പഠിച്ചിരുന്ന കോളേജുകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മൾ ഒന്നും നോക്കാതെ കുറച്ച് പേർക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നൊരു സാധനമില്ലേ. ജാതി മതം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഖുർആൻ ഏതെങ്കിലും 2 വാക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ ഉടനെ കുറേ പേര് പറയും ഞാൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു. ബൈബിൾ പറഞ്ഞ ഉടനെ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു. ഇപ്പോൾ സിന്ധുവിനെ കുറിയിട്ട കുറേ പേര് പറയും ഞാൻ RSSകാരന്. തീപ്പൊരു ഡയലോഗ് ഞാൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ലാലേട്ടൻ, മമ്മൂക്ക, ഗോപിച്ചേട്ടൻ, അങ്ങനെയുള്ള ഒരുപാട്, അതുപോലെ പൃഥ്വിരാജ് മാഷ്, ഇവരെല്ലാം കോടതിയിൽ തകർത്ത സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മനസ്സിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ സാധനം നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഡോക്ടർ രജത്തേട്ടൻ അല്ലേ? കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് പുതിയ വിശേഷങ്ങൾ? നല്ല അടിപൊളിയായിട്ടുള്ളൂ അല്ലേ? താങ്ക് യു. പുതിയ വിശേഷം നമ്മുടെ ഡോക്ടർ ബെന്നറ്റ് എന്ന സൈക്കോളജിക്കൽ ക്രിമിനൽ ത്രില്ലർ ഫിലിം റിലീസ് ചെയ്യുകയാണ്. സൈക്കോളജി ഒക്കെ അറിയുന്ന ഒരാളാണ്. കുറേശ്ശെ പഠിച്ചു വെച്ചു. ജീവിതമല്ലേ, ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ ഇടയിൽ പഠിക്കാൻ പറ്റുന്നതൊക്കെ കുറേ പഠിച്ചു വെച്ചു. അപ്പോൾ ആ സൈക്കോളജി പഠിച്ചത് ഇതിന് കുറച്ച് ഗുണമായി. അപ്പോൾ ഇത് നല്ല പവർ പാക്ക് ആയിട്ടുള്ള ഫിലിമാണ്. കോട്ടയം നസീർ, അങ്ങനെ കുറേ. കഥാപാത്രം എന്താണ് ഇതിനകത്ത്? കഥാപാത്രം എന്ന് പറയുന്നത് നായകന്റെ ഫാമിലിയുടെ അഡ്വക്കേറ്റ് ആയിട്ടാണ്. കോർട്ട് സീനാണ്. തകർപ്പൻ, ദൈവം അനുഗ്രഹിച്ച് പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഡയറക്ടറും തിരക്കഥാർത്ഥവും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ജാതകത്തിൽ തന്നെ ഞാൻ ചിലപ്പോൾ ചിലർ വിശ്വസിക്കുന്നില്ല, ഞാൻ അത് വിശ്വസിക്കുന്നു. ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ന്യായാധിപനാവും. അപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ഡിഗ്രിക്ക് BSc മറൈൻസിന്ന് BSc കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഗവൺമെൻറ് ലോ കോളേജിൽ എനിക്ക് മെറിറ്റിൽ 16ാമതായിട്ട് LLBക്ക് കിട്ടിയത്. പക്ഷെ എൻ്റെ അമ്മ ഈ കറുത്ത കോട്ടിടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ ഒറ്റ കട്ടയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ നീതിബോധം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ LLB പഠിച്ചിരുന്നെങ്കിലും LLM കൂടെ എടുത്ത് ഞാൻ ജുഡീഷ്യറി എഴുതി ജഡ്ജി ആവാനേ നോക്കത്തുള്ളൂ. കാരണം എനിക്ക് ജഡ്ജി ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ അത് അങ്ങനെ നടക്കാത്തതുകൊണ്ടാവാം ഞാനിപ്പോൾ ബൈബിളും ഖുറാനും ഗീതയൊക്കെ പഠിച്ചിട്ട് നീതിബോധത്തോടെ തന്നെ അറിയാമായിരിക്കുമല്ലോ. ഞാൻ ആരെയും പീഡിപ്പിക്കാറില്ല, അനാവശ്യം പറയാറില്ല, ഇൻസൾട്ട് ചെയ്യാറില്ല, ചതിക്കാറില്ല, വഞ്ചിക്കാറില്ല, വാക്ക് കൊടുത്ത് പറ്റിക്കാറില്ല, പണം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ പറ്റിക്കാറില്ല. പക്ഷേ ഈ പറഞ്ഞതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. തേപ്പ് കിട്ടുന്നുണ്ട്, പറ്റിപ്പ് കിട്ടുന്നുണ്ട്, ചതി കിട്ടുന്നുണ്ട്, വാങ്ങിച്ചിട്ട് തരാതെ എന്നെ പറ്റിച്ച് കിടക്കുന്നവരുണ്ട്. എനിക്ക് തിരിച്ചു കിട്ടാൻ തന്നെ 5 ലക്ഷത്തിലധികം രൂപ എനിക്ക് തിരിച്ചു കിട്ടാനുണ്ട് കുറഞ്ഞത്. അത് കൊടുത്തത് അതോ പ്രതിഫലം? വാങ്ങിച്ചത്. സിനിമയിൽ അഭിനയിച്ചത് എനിക്ക് ചെറുതായിട്ട് കിട്ടുന്നു. അതിലൊരു നല്ല വിധം ഞാൻ ചാരിറ്റി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഓരോന്നും പറഞ്ഞ് കരഞ്ഞും പറഞ്ഞും വിഷമവും കാണിച്ചും ഒക്കെ പല രീതിയിൽ എന്നെ തേപ്പ് തേച്ച് ഏകദേശം 5 മുതൽ 10 ലക്ഷത്തിനകത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചവർ തരാതുണ്ട്. തെളിവ് മൊബൈൽ ഫോണിനകത്ത് GPay ആണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ GPay ഇനാക്റ്റീവ് ചെയ്തു. കാരണം ഇപ്പം എൻ്റെ പൈസ വരണില്ല, കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ. കാരണം കണ്ണുനീരും വിഷമവും കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മാക്സിമം അത് ചെയ്യും. പക്ഷെ നമുക്ക് തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ ശത്രുത ഉണ്ടാകുന്ന ഒരു അവസ്ഥയായി മാറി. സിനിമയിൽ ശത്രുക്കളുണ്ടോ? സിനിമയിൽ എനിക്ക് ശത്രുക്കളില്ല. പിന്നെ സിനിമയിൽ മാത്രമല്ല, ഇപ്പോൾ ബിഗ് ബോസ് ആണെങ്കിലും ഞാൻ പഠിച്ചിരുന്ന കോളേജുകളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മൾ ഒന്നും നോക്കാതെ കുറച്ച് പേർക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നൊരു സാധനമില്ലേ. എന്തോ അവൾ ശരിയില്ല, അവൻ ശരിയല്ല. ഇപ്പോഴും ഫേസ്ബുക്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോ ഇട്ടാൽ ഒരു 50 അല്ലെങ്കിൽ 100 തംസപ്പ് 100 പേര് സപ്പോർട്ട് ചെയ്താൽ 2 പേര് അതിനകത്ത് പറഞ്ഞ് നിങ്ങൾ എന്തിനു ഇവനെ സപ്പോർട്ട് ചെയ്യണം, ഇവൻ ശരിയല്ല. എന്തായി ശരിയല്ല? ഞാൻ പല പ്രാവശ്യം എഴുതി ചോദിച്ചു, പിന്നെ നിർത്തി.
എന്താ ശരിയല്ലാതെ? ഞാൻ നിന്റെ സഹോദരിയെ പറ്റിച്ചോ, പീഡിപ്പിച്ചോ, നിന്റെ പണം മാറ്റി ഞാൻ തരാതിരുന്നോ, നിങ്ങളെ ആരെങ്കിലും ദ്രോഹിച്ചോ, ഞാൻ നെഗറ്റീവ് വല്ലതും പറഞ്ഞോ, കഴിഞ്ഞ 10, 18, 20 വർഷം കൊണ്ട് ഞാൻ എന്തെങ്കിലും കള്ളത്തരങ്ങൾ പ്രവർത്തിച്ചോ, ഞാൻ ആർക്കെങ്കിലും ഹാംഫുൾ ആയിട്ട് ചെയ്തോ? ഇല്ല. എൻ്റേതായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടിയേക്കാൾ ഉപരി വ്യക്തികളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വ്യക്തികളെ സപ്പോർട്ട് ചെയ്ത് പറയും. അത് ഏത് പാർട്ടി എന്നുള്ളതല്ല. അപ്പോൾ ഉടനെ അവർക്ക് ഇഷ്ടപ്പെടാത്ത പാർട്ടി വന്നാൽ ഉടനെ പറയും ഞാൻ ആ പാർട്ടിക്കാരനാണെന്ന് പറയും. ഞാൻ അങ്ങനെയല്ല. ജാതി മതം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഖുർആൻ ഏതെങ്കിലും 2 വാക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ ഉടനെ കുറേ പേര് പറയും ഞാൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു. ബൈബിൾ പറഞ്ഞ ഉടനെ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു. ഇപ്പോൾ സിന്ദൂരെ കുറിയിട്ട കുറേ പേര് പറയും ഞാൻ RSSകാരന്. അങ്ങനെ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ഈ സമൂഹത്തിലെ ഒരു പിടിപ്പേര് ടോർച്ചർ ചെയ്യുമ്പം ഒരു 80-90% പേർക്കും അറിയാം ഞാൻ ഇലക്ഷന് വോട്ടൊക്കെ ചെയ്തിരുന്നു. ഇലക്ഷൻ വോട്ട് ചെയ്തിരുന്നു. എവിടെയായിരുന്നു? ഏതാണ്? ഞാൻ ട്രിവാൻഡ്രം ആറ്റിങ്ങലാണ്. OS അംബിക LDF അവരാണ് LDF OS അംബികയാണ് വിജയിച്ചത്. എങ്ങനെയാണ് മൊത്തത്തിൽ ഇപ്പോൾ എല്ലാം കാണുന്നത് ഈ ഒരു ഇലക്ഷൻ? എങ്ങനെ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നെന്ന് എനിക്ക് തോന്നുന്നു, വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം വന്നിട്ടുണ്ട്. അല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ 1-2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ ഈ അഹങ്കാരവും അധർമ്മവും കൂടിക്കഴിഞ്ഞാലുണ്ടല്ലോ അവർക്കൊരിക്കലും തുടർന്ന് വാഴാൻ പറ്റത്തില്ല. അതിപ്പോൾ ഭാഗവതം എടുത്തു, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിന്റെ ഈ പറഞ്ഞ പോലെ ഭരണത്തിലിരിക്കുന്ന ഇവിടെ പിണറായി മാത്രമല്ല, അവിടെ സ്റ്റാലിൻ തോറ്റു. ബംഗാൾ എടുക്കുക. അവിടെ കാളി പൂജ എന്ന് പറഞ്ഞ അമ്പലത്തില് ആഘോഷം നടത്താൻ അവർ സമ്മതിക്കാതെ അതിനെ തകർക്കാൻ നോക്കി. ദെൻ ഇവിടെ തമിഴ്നാട്ടിലാണെങ്കിൽ ആ വിജയ് ഏതൊക്കെ രീതിയിൽ എനിക്ക് വിജയ് ഭയങ്കര, കാരണം 2 വർഷം കൊണ്ട് തുടങ്ങി സത്യസന്ധതയിൽ അദ്ദേഹം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, ജനങ്ങളുടെ പണം ഞാൻ കൈകൊണ്ട് തൊടില്ല. അപ്പോൾ അദ്ദേഹം ഇമ്മച്ചുറാണ്, പയ്യനാണ്, ചെറുപ്പമാണ്, രാഷ്ട്രീയത്തിൽ അറിവില്ല. എല്ലാവരും ഗർഭപാത്രത്തിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ചിട്ടാണോ വരുന്നത്? ഒന്നുമല്ല. ഞാൻ പാർട്ടിയിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് വ്യക്തികളിലെ. പാർട്ടിക്ക് ജീവനുണ്ടോ? പാർട്ടി എന്ന് പറഞ്ഞ ടൈറ്റിലിന് ജീവനുണ്ടോ? ഇപ്പോൾ നമ്മളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശിക്കുന്ന സജഷൻസ് അല്ലേ അതിൻ്റെ ലോയും ബൈലോയൊക്കെ നമ്മൾ ചേർക്കുന്നത്. അത് നമ്മളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കില്ലേ ഇരിക്കുക, അല്ലേ? സോ വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ പാർട്ടിയുടെ ഗുണനിലവാരം കൂടുന്നതും ഗുണനിലവാരം കുറയുന്നതും, അല്ലേ? ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് EK നായനാർ. ജനകീയനാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഉമ്മൻചാണ്ടി സാർ. ജനകീയനാണ്, അല്ലേ? അപ്പം നമ്മൾ CM മാത്രമല്ല, മൊത്തം താഴത്തെ തട്ട് വരെ നമ്മൾ നോക്കിയാലും, എവിടെ നോക്കിയാലും, ഇപ്പോൾ BJPയിലാണെങ്കിലും LDFയിലാണെങ്കിലും UDFയിലാണെങ്കിലും എവിടെയായാലും അഹങ്കാരം കാണിക്കുകയും അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരെ ജനം പുറത്താക്കി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർട്ടി രണ്ടാമതേ വരുന്നുള്ളൂ. അല്ലാതെ ഒരു പാർട്ടി എടുത്തിട്ട്, ഇപ്പോൾ LDF കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ പേര് മോശമാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട്. ഞാൻ SFIയുടെ ചെയർമാനായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ദൈവവിശ്വാസിയാണ്. ഒരു വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു മെച്ചപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെന്ന് വിശ്വസിക്കുന്നില്ല. അവൻ ദൈവത്തിൻ്റെ മുതലോ അന്യരുടെ മുതലോ കക്കൂല, അധർമ്മമായിട്ടൊന്നും കൊടുക്കില്ല. പാലളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന സഖാവ് ഉണ്ടായിരുന്നു, സ്വന്തമായി വീട് പോലും ഇല്ലാതെ പോയതാണ്, അല്ലേ? ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ചു, ഈ സഖാവ് EMS ഒരു തുണി വാങ്ങിക്കാനായിട്ട് എന്തോ മകൾക്ക് വേണ്ടി ഒരു കടയിലേക്ക് എഴുതി കൊടുത്തപ്പോൾ പോലും ലെറ്റർ എഴുതി കൊടുത്തു വിട്ടത്, എനിക്ക് അടുത്ത പൈസ കിട്ടുമ്പോൾ ഞാൻ കൊടുത്തോളാം, തൽക്കാലം കടമായിട്ട് കൊടുക്കും, ഞാൻ പേ ചെയ്തോളാം. അതാണോ ഇപ്പം നടക്കുന്നത് നമ്മുടെ? കോൺഗ്രസ് നല്ല കാര്യം, പക്ഷെ അതിലെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിയും ഉടായ്പും സൂത്രവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരും തകരും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം വിജയിച്ചവർ അധികം അഹങ്കരിക്കണ്ട. അവർ അഹങ്കരിക്കുകയും അധർമ്മം പ്രവർത്തിക്കുകയും ജനങ്ങളെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയും ചെയ്താൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ അവർ തകരും. ഈ ബിഗ് ബോസിൽ കുറെ എവിടെയും എത്താതെ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളൊരു ഇലക്ഷൻ കണ്ടുകൊണ്ട് ഞാനൊരു കോളേജിന്റെ ചെയർമാനായിരുന്നു. ഏതെങ്കിലും പാർട്ടി നിൽക്കാൻ പറഞ്ഞിട്ട് എന്നെ ആരും സ്വാധീനിച്ചില്ല, ആരും എന്നോട് ചോദിച്ചിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും എൻ്റെ നേച്ചർ അറിയാം. അപ്പം എനിക്ക് എൻ്റെതായ കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട്.
എന്ന് വെച്ചാൽ ഈ പറയുന്ന കണക്ക് ദൈവത്തിൻ്റെ വക കട്ടും മോട്ടിക്കരുത്, ആൾക്കാരെ പീഡിപ്പിക്കരുത്, പാവപ്പെട്ടവരെ സഹായിക്കുക, അർഹരായവരെ സഹായിക്കുക. അപ്പം നമ്മുടെ വ്യക്തികൾ നമ്മുടെ താല്പര്യം കൂടെ കൺസിഡർ ചെയ്യും എന്നുറപ്പുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ അതല്ലേ ഞാൻ ഒറ്റയ്ക്ക് ചാരിറ്റി ചെയ്തുകൊണ്ട് നടക്കുന്നില്ലേ. ഞാനും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനല്ലേ, സാമൂഹ്യ പ്രവർത്തനല്ലേ. എന്തുകൊണ്ടാണ് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എനിക്ക് 8 വർഷം കൊണ്ട് 50,000 രൂപ എനിക്ക് ഡ്രസ്സ് എൻ്റെ വീട്ടിലെ ചിലവിന് എൻ്റെ കാര്യത്തിന് തരുന്നു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് അത് കൂടി 1 ലക്ഷമായി. കഴിഞ്ഞ വർഷം 1 ലക്ഷം, ഈ വർഷം 1 ലക്ഷമായി. അങ്ങനെ ഏകദേശം 5-6 ലക്ഷത്തോളം രൂപ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ വലിയൊരു മനുഷ്യൻ എനിക്ക് തരുന്ന എന്തുകൊണ്ടാണ്? തരുന്നുണ്ട്. അറിയില്ലേ, എനിക്ക് തരുന്നുണ്ട്. എല്ലാ വർഷവും റംസാന് എനിക്ക് സക്കാത്തായിട്ട് ഗിഫ്റ്റ് ആയിട്ട് 10 വർഷം കൊണ്ട് നടക്കുകയാണ്. എപ്പോഴാണ് ഞാൻ കൗൺസിലിംഗ് ഷോകൾ നടത്തി എൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് കിട്ടുന്ന പൈസ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് കൊടുത്ത് എനിക്ക് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോയ 28 UAE GCC കംപ്ലീറ്റ് കിട്ടിയ മുഴുവൻ പൈസയും ഞാൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് റെസിപ്റ്റ് വാങ്ങിച്ചു. ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സാറ് പത്തനാപുരം ഗാന്ധി ഭവൻ ഏറ്റെടുക്കുന്നത്, അവിടെ കോടികൾ കൊടുത്തതിന് ഡെവലപ്പ് ചെയ്തത്. കാരണം അദ്ദേഹത്തെ അവിടെ ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ ഗൾഫിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം. എനിക്ക് 1 രൂപ തന്നിട്ടില്ലല്ലോ, 1 രൂപ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. 2000-ഓളം കൗൺസിലിംഗ് ഷോകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെയെങ്കിലും ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഡോക്ടർ രജിത് കുമാർ അല്ലെങ്കിൽ രജിത്തേട്ടൻ ഇത്രത്തോളം 25,000 ചോദിച്ചു, 50,000 ചോദിച്ചു, 1 ലക്ഷം ചോദിച്ചു, 1 രൂപ ചോദിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എവിടെയെങ്കിലും തെളിയിച്ച് തരാമെങ്കിൽ ഞാൻ ഈ മീശ എടുത്ത് നിങ്ങളുടെ മുമ്പ് വരാം. വേണ്ട, ഇപ്പം ഞാൻ സിനിമ ചെയ്യുന്നുണ്ടല്ലോ, സീരിയൽ ചെയ്യുന്നുണ്ടല്ലോ, ആൽബം ചെയ്യുന്നുണ്ടല്ലോ, പല വർക്കുകൾക്കും എന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് ഞാൻ 50,000 വേണം, 25,000 വേണം, അല്ലെങ്കിൽ ഡെയിലി ഇത്ര 1000 രൂപ വേണം എന്ന് ഞാൻ ഇതുവരെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നാളത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്നെയും അതുകൊണ്ട് പലരും എന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഭഗവത്ഗീത അറിയാം, കർമ്മയോഗ സിദ്ധാന്തം. എന്താണ് ഈ കർമ്മയോഗ സിദ്ധാന്തം പറയുന്നത്? നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക. വേണ്ട, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ യൂട്യൂബർമാർക്ക് സോഷ്യൽ മീഡിയയ്ക്ക് 1000-ലധികം ഇൻ്റർവ്യൂകൾ ഞാൻ തന്നിട്ടുണ്ടല്ലോ. 1000 രൂപ വെച്ചാണെങ്കിൽ പോലും അത് 10,000 രൂപയിൽ 1000 രൂപ വെച്ചാണെങ്കിലും 1000 രൂപ വെച്ചാണെങ്കിലും 1000 ആയപ്പോൾ എത്രയായി? 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം ആയില്ലേ? 10 ലക്ഷം രൂപ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കൊച്ചിയിലെ സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞ ബിഗ് ബോസ് താരങ്ങൾ ഒരു ഇൻ്റർവ്യൂകൾക്ക് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വാങ്ങിച്ച ഉദ്ഘാടനത്തിന് വാങ്ങിച്ച പണങ്ങളും ലക്ഷങ്ങളൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? അതെ. ഞാൻ നിങ്ങളുടെ നിന്ന് എത്ര രൂപ വാങ്ങിക്കുന്നു ആലോചിച്ചു. 1000 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 രൂപ വെച്ച് തന്നെ നമ്മൾ കണക്കൂട്ടിയാൽ മാത്രം മതി. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റുന്നത് ബൈബിളും ഖുർആനും ഗീതയും വേദവും എനിക്കറിയാമെന്നുള്ളതുകൊണ്ടും കിട്ടുന്നതുകൊണ്ട് ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ പാത്രത്തിൽ എന്ത് വീഴുന്നോ അത് കഴിക്കുക. നോൺ വെജ് വീണോ നോൺ കഴിക്കുക, വെജ് വീണോ കഴിക്കുക, ഒന്നും വീണില്ലയോ ഒന്നും കഴിക്കണ്ട. അപ്പം ഞാൻ ഇത് പറയുമ്പം കുറച്ചെണ്ണം താഴെ വന്ന് പറയും അഭിനയമാണ്, കള്ളമാണ്, ഉടായ്പാണ്, സൂത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയും. എന്തു പറയാൻ? ദൈവത്തിനറിയാം, നല്ല മനസ്സുള്ള ഒരു കാര്യം ഉറപ്പാണ്, 80% വരുന്ന മലയാളി ബോധവും വിവരവും ചിന്താശേഷിയുള്ളവരാണ്. അവരെ പറ്റിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങളെ പറ്റിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മുമ്പിലല്ലേ ഞാനിത് അത്രയും പറയുന്നത്, നിങ്ങളുടെ മുമ്പിലല്ലേ ഞാനിത് സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ നാളെ സിനിമയിൽ ഞാൻ വളരുകയാണെങ്കിൽ ഞാൻ ചിലപ്പം എനിക്ക് റേറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഇത്രയും രൂപ വേണം എന്ന് ഞാൻ പറയും. അതെനിക്ക് വേണ്ടിയല്ല, എന്നെയും കാത്തിരിക്കുന്ന വൃദ്ധസദനങ്ങൾ, ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആര് കൊടുക്കും? അപ്പം ഞാൻ വേഷം കെട്ടുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്, അല്ല എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയല്ല. മനസ്സിലായി? സിനിമകൾ 20-22 സിനിമ റിലീസാവാനുണ്ട്. ദൈവം അനുഗ്രഹിച്ച് സിനിമകൾ കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു സിനിമ തന്ന ആൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ എനിക്ക് വീണ്ടും തരുന്നു എന്നുള്ളതിന് 2 എക്സാമ്പിളുണ്ട്. നിതീഷ് കെ നായരുടെ 3ാമത്തെ പടത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ എൻ്റെ ഡേറ്റ് വരും. അദ്ദേഹത്തിൻ്റെ ചേഞ്ച് എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തു. അത് കഴിഞ്ഞ് ഫാമിലി സർക്കസ് എന്ന് പറഞ്ഞൊരെണ്ണം ചെയ്തു. ഇപ്പോൾ അമാനുഷികം എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ അടുത്ത് പെരുമാറുന്നവർക്ക്, എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം
രജിത്ത് എന്ന് പറയുന്ന ആള് ശുദ്ധനും പാവവുമാണ്, ഒരു ചതിയില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഏതെങ്കിലും പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പെണ്ണിന് പ്രലോഭനങ്ങൾ കൊടുത്ത് ചതിച്ചു വഞ്ചിച്ചിട്ടുണ്ടോ? അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് പണം തട്ടി വാങ്ങിച്ചിട്ടുണ്ടോ? ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ പലരും എന്നെ തേച്ചു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അതിൽ വിഷമമില്ല. ഞാൻ ചിലത് ഞാൻ അറിഞ്ഞു തന്നെ കൊടുക്കുന്നു. അതുകൊണ്ട് പക്ഷേ എൻ്റെ വിഷമം എന്താ അറിയാം, നല്ല മനസ്സുള്ള മനുഷ്യർക്കും കയറി വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മളെ മാനസികമായിട്ട് തകർത്ത് കളയും. പിന്നെ ഞാൻ ഒരുപാട് നെഗറ്റീവുകളും പീഡനങ്ങളും അനുഭവിച്ച് കയറി വന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുമ്പ് ഞെളിഞ്ഞ് നിൽക്കുക. ഞാൻ നിങ്ങളേന്ന് ഒന്ന് പറ്റിക്കുകയോ കള്ളം പറയുകയോ നിങ്ങളുടെ ഏതെങ്കിലും പണം സൂത്രത്തരത്തിൽ അടിച്ചു മാറ്റുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഞാൻ തലയിൽ തൂങ്ങിയിട്ട് നടക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് നാളിക്കാൻ പാടില്ല. എന്നെ പീഡിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പം തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് അന്ന് വന്നപ്പം എനിക്കെതിരെ 2 കേസെടുത്ത് ആൾ കൂട്ടിയെന്ന് പറഞ്ഞറിയാമല്ലോ. 67,000 രൂപയാണ് ഹൈക്കോടതി വക്കീലുമാർക്കായിട്ട് പല കോടതികളിൽ, താഴത്തെ കോടതി മോളക്കോട് പൈസ പോയി. അവസാനം ഹൈക്കോടതി തള്ളി. പക്ഷെ എൻ്റെ 67,000 രൂപ പോയില്ലേ. അതുണ്ടെങ്കിൽ പാവപ്പെട്ട ഏതെങ്കിലും രോഗികൾക്ക് എനിക്ക് കുറേയെങ്കിലും ചിലവാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ച് അസഹിഷ്ണുക്കൾ ഒരു പിടിയുള്ളവരുണ്ട്. അപ്പം നാളെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നു എന്ന് പറയാം. ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നു എന്ന് വരാം, ചിലപ്പോൾ സെലക്ഷൻ വന്നു എന്ന് വരാം. പക്ഷെ അപ്പോഴും ഞാൻ അവരോട് എൻ്റേതായിട്ടുള്ള കാര്യം കൃത്യമായിട്ട് പറയും. ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ അന്ധമായ തീവ്രവാദിയായ ഒരു പാർട്ടി പ്രവർത്തകനാകാൻ എനിക്ക് താല്പര്യമില്ല. ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമുക്ക് കിട്ടുന്ന സമ്പത്ത് പോലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ MLA ആവുകയാണെങ്കിൽ, MP ആവുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം കൂടെ എൻ്റെ അസംബ്ലി അല്ലെ എൻ്റെ നിയോജക മണ്ഡലത്തിലെ അർഹരായ പാവപ്പെട്ടവർക്കും വൃദ്ധസദനങ്ങൾക്കും ഞാൻ സഹായിക്കും. വേറെ ഏതെങ്കിലും വലിയ രീതിയിൽ എമൗണ്ട് വന്ന്, ശമ്പളം ചെറുതായിരിക്കുമല്ലോ, വലിയ രീതിയിൽ വന്നാൽ കേരളം മുഴുവൻ, എൻ്റെ സംസ്ഥാനം മുഴുവൻ ചെയ്യും. അതുകൊണ്ട് എനിക്കിപ്പോൾ വിജയെ തമിഴ് TVKയിൽ വിജയെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എൻ്റെ പോളിസികളിൽ കുറേയാണ് അദ്ദേഹം ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. ഞാനിത് കഴിഞ്ഞ് എത്രയോ നാളുകൊണ്ട് കിടക്കുന്നു. അതുകൊണ്ട് എന്നെ മിക്കവാറും ഇപ്പോൾ LDF UDF ഒന്നും BJP ഒന്നും എടുക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ മുസ്ലിം ലീഗ് ഇതുപോലെ സ്വന്തമായിട്ട് പാർട്ടി തുടങ്ങേണ്ടി വരും. അതെ, അതും ഇവിടെ പേടിയുണ്ടായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്ക് പേടിയുണ്ടായിരുന്നു. DRK എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി ഒരു പക്ഷേ രൂപീകരിച്ചാലോ, കാരണം മൊത്തം വൈഡായി. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികൾ, അപ്പോൾ ഇവിടെ കുറേ പേർക്ക്, അപ്പോൾ കുറേ പെണ്ണ് അതിൻ്റെ ഇടയിൽ തിരകി കയറി അതിനെ മൊത്തം ഇല്ലാതാക്കി തകർത്ത് തരിപ്പണമാക്കി. ശ്രമിക്കാം. അല്ല ഞാൻ അതിന് ശ്രമിക്കില്ല. എന്താ കാര്യം എന്നറിയാമോ, എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. എൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിത വിജയങ്ങളിലൂടെ, ഞാൻ ചെയ്യുന്ന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവമഹത്വം എനിക്ക് ധാരാളം പേരിലേക്ക് എത്തുക. ദെൻ ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോഴും ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് പണം തരാൻ ആൾക്കാർ ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറച്ച് പേരുണ്ട്. അത് ഖുർആനിലൊരു തത്വമാണ്, നിൻ്റെ ആത്മാവിന് ലഭിക്കുന്ന പ്രാർത്ഥന. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്തിന്, ഞാൻ പേര് വിട്ടു, നമ്മൾ സൂരജ്. ഈവൻ സൂരജിൻ്റെ മനസ്സിൽ പോലും എനിക്ക് വേണ്ടി ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ അംശം ഉണ്ടാവില്ലേ? ശരിയല്ലേ? ഒരു നയപൈസ വാങ്ങിച്ചിട്ടില്ലല്ലോ സൂരജിൻ്റെ. ഇതുവരെയും സൂരജിന് വേണ്ടി ഞാൻ എത്രയോ വീഡിയോകൾ ഇട്ട് തന്നു. അയ്യോ പാവൻ രജിത്തേട്ടൻ, ഇത്രയും മതി, ഇതാണ് ബ്ലെസ്സിങ്. അയ്യോ രജിത് കുമാറിന് ചാൻസ് കൊടുക്കണേ, സിനിമ കൊടുക്കണേ, അല്ല കോടികൾ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കണ്ട. അയ്യോ രജിത്തേട്ടൻ നല്ലൊരു മനുഷ്യൻ, രജിത്ത് നല്ല മനുഷ്യൻ, അത്രയും മതി. ഓ രജിത്ത ഉടായിപ്പ്, കള്ളൻ, സൂത്രക്കാരൻ, പറ്റിപ്പ്, പെണ്ണുപിടിയൻ, പീഡകൻ, ചതിയൻ, വഞ്ചകൻ എന്നാരും പറയില്ല. പറയുന്നുണ്ടെങ്കിൽ അവന് കണ്ണ് കാണാനും ചെവി കേൾക്കാനും പറ്റാത്ത വ്യക്തിയായിട്ട് കാണേണ്ടി വരും. അവൻ ടോട്ടൽ ബ്ലൈൻഡാണ്, അകത്തുകൊണ്ട് അന്ധനായി പോയിട്ടാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ബാഹ്യാന്ധതയല്ല, അകവും അവൻ അന്ധത പിടിച്ച വ്യക്തിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. വെറുതെ കണ്ണും ചെവിയും കണ്ണിൽ. അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം എൻ്റെ വിജയങ്ങളിലൂടെ ദൈവം മാത്രം. കാരണം ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ദൈവകാരുണ്യം കൊണ്ടാണ്. ഞാൻ ജീവിച്ച സാഹചര്യങ്ങളൊക്കെ പറയുന്നത് ഒരിക്കലും അതിജീവിച്ച് കയറി വരാൻ പറ്റുന്നില്ല. എൻ്റെ സ്വന്തം കഥ മാത്രം 10 തിരക്കഥ എഴുതാം സിനിമയ്ക്ക്. 10 തിരക്കഥ. ഞാൻ പഠിച്ചപ്പോൾ അനുഭവിച്ച 6-7 കോളേജുകളിൽ പഠിച്ചില്ലേ, ഞാൻ പഠിച്ചപ്പോൾ അനുഭവിച്ച പീഡനങ്ങൾ, എൻ്റെ കുടുംബജീവിതത്തിൽ ഉണ്ടായ പീഡനങ്ങൾ, എൻ്റെ പ്രൊഫഷണൽ ലൈഫിലുണ്ടായ ചതികൾ, വഞ്ചന, ബിഗ് ബോസ് പോലെയുള്ള ഷോകളിലൂടെ വന്നപ്പോൾ ഉള്ള അനുഭവങ്ങൾ, ഇപ്പോഴത്തെ അനുഭവങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തിരക്കഥകൾ ആവശ്യം പോലെ വരും. നമ്മൾ 2 ത്രെഡ് മതിയല്ലോ ഒരു നല്ല റൈറ്ററിന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ലാവിഷായി ഞാൻ ആ ലെവലിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം എനിക്ക് നെഞ്ചി കൈ വെച്ച് പറയാം. ഞാൻ ബൈബിളും ഖുറാനും ഗീതയും മഹാഭാരതവും രാമായണവും എല്ലാം
മനസ്സിലാക്കി പഠിച്ച് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഭൗതികതയിൽ തന്നെ പോകുന്ന ദൈവവിശ്വാസിയായ ഒരു നല്ല സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് അവസാന നിമിഷം വരെയും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള വ്യക്തിയാണ്. അല്ലാതെ ഇതൊന്നും ഉണ്ടാക്കി എനിക്ക് ഫ്ലാറ്റുകളും റോൾസ് റോയ്സുകളും വാങ്ങിച്ച് കൂട്ടാനും അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ജനങ്ങൾ പലപ്പോഴും നമ്മളെ കാണുമ്പോൾ ചിരിച്ച് ഓടി നമ്മുടെ അടുത്തേക്ക് വരണം. അപ്പോഴല്ലേ നമ്മുടെ ജീവിതം ഒരു ധന്യമാവും. ഇതാണ് ആഗ്രഹം. അതുകൊണ്ട് ഒരുപാട് സിനിമാക്കാർ അവസരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ കിട്ടുമോ ഇല്ല, അതൊക്കെ പിന്നെയുള്ള കാര്യമാണ്. കർമ്മയോഗ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ആരിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല. കിട്ടുന്നതുകൊണ്ട് ഞാൻ ഹാപ്പി. അങ്ങനെ പോകുന്നു. അടിപൊളിയാവട്ടെ. ബെന്നറ്റിൽ വക്കീലാണ് അല്ലേ? അല്ലല്ല, ഞാൻ പേപ്പട്ടി എന്ന് പറഞ്ഞ സലിംബാബയുടെ സിനിമയിൽ വക്കീലായിരുന്നു. പക്ഷെ ഇത് കോർട്ട് സീനാണ്. തീപ്പൊരി ഡയലോഗ് ഞാൻ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ലാലേട്ടൻ, മമ്മൂക്ക, ഗോപിച്ചേട്ടൻ, അങ്ങനെയുള്ള ഒരുപാട്, അതുപോലെ പൃഥ്വിരാജ് മാഷ്, ഇവരെല്ലാം കോടതിയിൽ തകർത്ത സാധനങ്ങളുണ്ടല്ലോ. അപ്പം അതെല്ലാം മനസ്സിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ സാധനം നല്ല രീതിയിൽ ഡബ് ചെയ്ത് കണ്ടപ്പോഴും സന്തോഷമായിരുന്നു. സംവിധായകൻ TS സാബു എന്ന് പറഞ്ഞ സാറാണ്. അദ്ദേഹം ഭയങ്കര ഹാപ്പിയായിരുന്നു. തിരക്കഥ കലാഭവൻ മധുചേട്ടനാണ്. പുള്ളി ഡബ്ബിങ്ങിന് കൂടെ ഇരുന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. സീൻസ് കണ്ടിട്ട് ഒന്നുപോലും കട്ട് ചെയ്യാതെ അതെല്ലാം നന്നായി തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഈ സൈക്കോളജിക്കൽ ക്രിമിനൽ. കാരണം കുട്ടികൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്, പാരൻസ് കണ്ടിരിക്കേണ്ടതാണ്. മനസ്സിനെ എങ്ങനെയാണ് തകർക്കുന്നതെന്നും ആ തകർക്കപ്പെട്ട മനസ്സുകളെ എങ്ങനെയാണ് ഉദ്ധരിച്ചു കൊണ്ടുവരുന്നതെന്നും, നമുക്ക് മനസ്സ് നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ, ഗീതാ തത്വം പറയുന്നുണ്ട്, മനസ്സാണ് ഏറ്റവും പ്രധാനം. ഈ മനസ്സ് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തോണിക്കാരനില്ലാത്തൊരു തോണി പോലെ, അത് തോന്നിയ പോലെ കയറിപ്പോകും. അപ്പം ബുദ്ധിയുടെ അടിമയായി മനസ്സായാൽ നമ്മൾ വിജയിക്കും. പക്ഷെ മനസ്സിൻ്റെ അടിമയായി ബുദ്ധിയായി കഴിഞ്ഞാൽ മനസ്സ് പലയിടത്തും നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എല്ലാം നമുക്ക് പരാജയങ്ങൾ മാത്രമായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിനെ നിയന്ത്രിച്ച് കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകാം, മനസ്സിനെ ഏതൊക്കെ രീതിയിൽ ട്യൂൺ ചെയ്യാം, അതാണ് ഇതിനകത്ത് വരുന്ന മൈൻഡ് കൺട്രോളിങ്ങും മൈൻഡ് പവറും. ഒരു മൈൻഡിനെ എവോക്ക് ചെയ്യുന്ന പരിപാടികളാണ്. മെൻ്റലിസം അല്ല ആക്ച്വലി ഇതിനകത്ത്, ഒരു മൈൻഡ് കളിയാണ്, മൈൻഡിൻ്റെ ഒരു കളിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു നല്ല സിനിമയിൽ ഞാനും സൈക്കോതെറാപ്പി പഠിച്ചതുകൊണ്ട് ഈ ഫീൽഡിൽ ഈ സിനിമയിൽ നന്നായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് തീർച്ചയായിട്ടും സിനിമാ സംവിധായകർ, സിനിമാ പ്രവർത്തകർ ഇത് കണ്ടു കഴിയുമ്പം അവരെന്നെ കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലൂടെ എനിക്ക് വേറെ സിനിമകൾ തരും എന്നൊന്നും ഞാൻ പറയാം, കാരണം പ്രതീക്ഷിക്കുന്നില്ല, ആരിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈവൻ ദൈവത്തിൽ നിന്ന് മാത്രം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. പിന്നെ സൂരജിനെ പോലെ നിങ്ങളുടെ ടീമിന് കാണുമ്പം 2 വാക്ക് എനിക്ക് ഇൻ്റർവ്യൂ തന്നില്ലെങ്കിൽ എനിക്കെന്തോ വിഷമം പോലെയാണ്. കാരണം നിങ്ങളുടെ ഒരു പെരുമാറ്റം അങ്ങനെയാണ്. നല്ല സോഷ്യൽ മീഡിയയിൽ 2 തരം ആൾക്കാരുണ്ടല്ലോ, ടോക്സിക് നെഗറ്റീവ് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്, സോഷ്യൽ മീഡിയയിൽ സത്യസന്ധതയോടെ നന്മയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരുണ്ട്. അങ്ങനെ സത്യസന്ധതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നല്ല ചാനലുകളും നല്ല ടീമുമാണ് സൂരജും ടീമും ഒക്കെ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കൂടുന്നതിന് വളരെ സന്തോഷം മാത്രം. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. സിനിമ കണ്ടിട്ട് വീണ്ടും കാണണം. താങ്ക് യു.